ബിഗ് ബോസിന് ശേഷം ഉണ്ടായ സൈബർ ആക്രമണം മൂലം താൻ ഡിപ്രഷനിലേക്ക് പോരുന്ന സീസൺ 7 വിജയും നടിയുമായ അനുമോൾ തുറന്നു പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളെ ആയുള്ളൂ. പ്രേക്ഷകരിൽ ആർക്കും ഇക്കാര്യം അറിയില്ലായിരുന്നുവെന്നും ആ അവസ്ഥയിലും പ്രോഗ്രാമുകളിലും മറ്റുമായി താൻ എപ്പോഴും സജീവമായിരിക്കുക എന്ന് എല്ലാവരുടെ മുന്നിലായിരുന്നു എന്നും അനുമോൾ ലക്ഷ്മി നക്ഷത്രയ്ക്ക് നൽകിയ അനുമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ പൊട്ടന്മാരല്ലെന്ന ബോധത്തിൽ തന്നെയാണ് ഞാൻ ഹൗസിൽ 100 ദിവസം നിന്നത് തന്നെ. നിരവധി ക്യാമറകളുണ്ടെന്നും ചെറിയ കള്ളത്തരങ്ങൾ പോലും കണ്ടുപിടിക്കാമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റിയില്ല, കാണിച്ചിട്ടുമില്ല. എന്നെ വേദനിപ്പിച്ചപ്പോഴാണ് അത് സഹിക്കാൻ വയ്യാതെ ഞാനും അവരെ വേദനിപ്പിക്കാൻ തുടങ്ങിയത്. ഉള്ളിലുള്ള വിഷമവും ദേഷ്യവും കൊണ്ടാണ് പലതും പറഞ്ഞതും ആ കുറ്റം ഞാൻ സമ്മതിച്ചതും. സ്റ്റാർ മാജിക്കിൽ നിന്നും കിട്ടിയ പ്രേക്ഷകർ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. എന്റെ പോസിറ്റീവ് സൈഡ് മാത്രമല്ല നെഗറ്റീവ് സൈഡും പ്രേക്ഷകർ അറിയണമെന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി കൂടിയാണ് ബിഗ് ബോസിലേക്ക് ഞാൻ പോയതും. എന്നെ നെഗറ്റീവ് പറയുന്നവരുടെ ചിന്ത അവരൊക്കെ തന്നെ ഭയങ്കരമായ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന നിലയിലാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എല്ലാ മനുഷ്യർക്കും കുശുമ്പുകളും എല്ലാം കുറവുകളും എല്ലാം ഉണ്ടാവും. എന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു കുറ്റപ്പെടുത്തി എന്ന് എനിക്ക് നന്നായി അറിയാം. എനിക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും എനിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അതുപോലെ ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം എനിക്ക് നിരവധി ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഡിപ്രഷന്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിരുന്നു. അത് പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യം തന്നെയാണ്. ഞാൻ വിജയിയായി എന്ന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെ കുറ്റം പറയാൻ കാര്യമില്ല. അനുമോളെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അനുമോൾക്ക് വേണ്ടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമുക്ക് വാശി പിടിക്കുന്നതും പറ്റില്ല. എന്നെ ഇഷ്ടമല്ലാത്ത ആളുകൾക്കുണ്ടെന്ന് സ്വാഭാവികം തന്നെയാണ്. ഞങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി വിജയിക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ എപ്പോഴും നെഗറ്റീവ് കമന്റുകളും ഉണ്ടാറുണ്ട്. അതൊന്നും തന്നെ എന്നെ വിഷമിപ്പിച്ചിട്ടില്ല. ബിഗ് ബോസിന് കണ്ടെത്തിയാൽ ഭയങ്കര മോശമായി കമന്റ് ഇടാറുമുണ്ട് ആളുകൾ. അത്തരം കമന്റുകൾ കൂടുതലും ഫേസ്ബുക്കിൽ വേറെ വരുന്നത്. ഫേസ്ബുക്കിലെ അമ്മാവന്മാരാണ് കമന്റുകളുമായി ഇടുന്നത്. പബ്ലിക്കായി അവർ ഇട്ട കമന്റ് എന്താണെന്ന് പോലും പറയാൻ പറ്റില്ല. അത് കാണുമ്പോൾ തന്നെ കാലിൽ നിന്നും എനിക്ക് തളച്ചു വരും. അതുകൊണ്ട് തന്നെ തിരിച്ചു മറുപടി കൊടുക്കും. അത്ര ക്രൂരമായ ആളുകൾക്ക് എന്തിന് പെരുമാറ്റം സാധിക്കുന്നു എന്ന് എനിക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുമുണ്ട്. ലൈഫിൽ രക്ഷപ്പെടാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നവരാണ് ഇങ്ങനെ കമന്റുകൾ ഇടുന്നത് എന്നാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അവർക്ക് അതൊരു മനസ്സിലും കിട്ടുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് അതുകൊണ്ട് താൻ തളരുന്നില്ല, എനിക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ട്, എനിക്ക് വീണ്ടും വീണ്ടും രക്ഷപ്പെടാൻ പ്രചോദനമാകുന്നുണ്ട്, ആരുടെയും കാര്യത്തിൽ ഇടപാട് പോകാത്ത തന്നെയാണ് ആളാണ് ഞാൻ കാരണം ആരെങ്കിലും സന്തോഷമായിരിക്കുന്നത് കരുതുന്നവർക്ക് ജീവിതത്തിൽ നല്ലത് മാത്രമേ വരൂ എന്ന് അനുമോൾ പറയുകയാണ്. നിങ്ങൾക്ക് അനുമോൾ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് തന്നെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.